കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎമ്മിനും നേതാക്കൾക്കും വൻ തിരിച്ചടി. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കലൂർ PMLA കോടതി. സിപിഎം നേതാക്കളായ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയക്കാനും ഉത്തരവായി. അടുത്ത മാസം 4-ന് ഇവർ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്തത് അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല, CMRLന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതിന്റെ തൊട്ടുപുറകെ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലും പാർട്ടി ഒരിക്കൽ കൂടി പ്രതിരോധത്തിലാകുകയാണ്. ഒരു പാർട്ടി തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരുപക്ഷെ രാജ്യത്തെ ആദ്യത്തെ കേസായിരിക്കാം ഇത്. എന്താണ് PMLA കോടതി ഇന്ന് പറഞ്ഞു വെച്ചത്? നീലിമ, സമാനതകളില്ലാത്ത കേസിൽ, അതായത് CPM പാർട്ടി പ്രതിപട്ടികയിലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കേസിൽ പരമാവധി ഈ കേസിൽ നിന്ന് ഒഴിവാകാനുള്ള നീക്കങ്ങളെല്ലാം തന്നെയായിരുന്നു നേതാക്കളടക്കം നടത്തിയിരുന്നത്. എന്നാൽ അതിനെല്ലാം വലിയ തിരിച്ചടിയാണ് കല്ലൂർ PMLA കോടതിയിൽ നിന്ന് ഇന്ന് നേരിട്ടിരിക്കുന്നത്. കോടതി എല്ലാവർക്കും സമൻസ് അയച്ചിരിക്കുന്നു. മാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ ഇവർക്കെതിരെ എല്ലാമുള്ള കുറ്റകൃത്യം നിലനിൽക്കുമെന്ന കാര്യം കൂടിയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണ് അടുത്ത മാസം 4-ാം തീയതി എല്ലാവരും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസ് നൽകിയത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM പാർട്ടിയും CPMന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന, ആ കാലഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന നേതാക്കൾക്കും എല്ലാം തന്നെ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ കോടതി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം കെ രാധാകൃഷ്ണനാണെങ്കിലും AC മൊയ്തീനാണെങ്കിലും MM വർഗീസ് ആണെങ്കിലും ഈ 3 പേരും CPMന്റെ മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. AC മൊയ്തീൻ മുൻ മന്ത്രി കൂടിയാണ്, മുൻ സ്പീക്കറും നിലവിലെ MP-യുമാണ് കെ രാധാകൃഷ്ണൻ. അത്ര പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ കേസിന്റെ ഭാഗമാകുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാണ്. കാരണം CPM പ്രത്യേകമായി തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു ഇത്തരം തട്ടിപ്പുകൾക്കെല്ലാം തന്നെയുള്ള ആസൂത്രണം ചെയ്തത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലും വ്യക്തമായിരുന്നു. പ്രത്യേകമായി തന്നെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റികളാണ് ആർക്കെല്ലാം ലോണുകൾ നൽകണം, ആർക്കെല്ലാമാണ് ലോണുകളിൽ നിന്ന് ആരെയെല്ലാം ഒഴിവാക്കണം. കാരണം പലപ്പോഴും യഥാർത്ഥത്തിൽ വായ്പയ്ക്ക് അർഹരായ ആളുകൾ അവർ തഴയപ്പെടുകയും CPMന് താല്പര്യമുള്ള ആളുകൾക്കെല്ലാം തന്നെ വാരിക്കോരി ലോണുകൾ നൽകുകയും ചെയ്തു. അത് തിരിച്ചടവില്ലാതെയാണ് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും ഒപ്പം തന്നെ തകർച്ചയിലേക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് കൂപ്പുകുത്തുകയും ചെയ്തത്. അതിൻ്റെ എല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിരുന്നു. ഓരോ ആളുകളും, ഈ പ്രതികളെല്ലാം തന്നെ 2-ാം ഘട്ട കുറ്റപത്രത്തിൽ, അനുബന്ധ കുറ്റപത്രത്തിൽ ആകെയുള്ളത് 28 പ്രതികളാണ്. ഈ 28 പ്രതികളും എങ്ങനെയെല്ലാമാണ് കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വിശദമാക്കി തന്നെയുള്ള ഒരു കുറ്റപത്രമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. ആ കുറ്റപത്രം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും, തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നും തങ്ങൾക്കെതിരെയുള്ള കുറ്റം ചമച്ചതാണെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യയുള്ള പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒഴിവാകാനും സമൻസിൽ ഹാജരാകാതിരിക്കാനും എല്ലാമുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി തന്നെ ഈ പ്രതികൾ എല്ലാവരും തന്നെ നടത്തിയിരുന്നു. കാരണം ഏറ്റവും ആദ്യം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയത്. അന്ന് ഈ AC മൊയ്തീനാണെങ്കിലും കെ രാധാകൃഷ്ണനാണെങ്കിലും MM വർഗീസ് ആണെങ്കിലും കോടതിയിൽ ഹാജരായില്ല. ഏതാനും പ്രതികൾ മാത്രമായിരുന്നു അന്ന് കോടതിയിൽ ഹാജരായത്. വീണ്ടും അവരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയും സമൻസ് നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇവർക്കെല്ലാം തന്നെ കോടതിയിൽ ഹാജരാകേണ്ടി വരും. ഇനിയുള്ള ഘട്ടത്തിൽ ശക്തമായ വിചാരണയെ ഇനിയുള്ള ഘട്ടത്തിൽ ഇവർക്ക് നേരിടേണ്ടതായിട്ടും വരും. ജിജീഷ്, ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPM ഇക്കാലം അത്രയും ഈ കേസിനെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാ നോക്കൂ, ആ കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് 219 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഈ പ്രതികൾ സമ്പാദിച്ചിരിക്കുന്നത്, ഈ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിരിക്കുന്നത് 180 കോടി രൂപ. ഇതിനോടകം തന്നെ 128 കോടിയിൽ പരം രൂപയുടെ ആസ്തികൾ ED കണ്ടുകെട്ടിയിരുന്നു. അപ്പോഴും ഇവർ പറഞ്ഞു വെക്കുന്നത് ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നാണ്. CPMന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇനിയിപ്പോൾ 4-ാം തീയതി കോടതിയിൽ ഹാജരാകണം. ഈ നേതൃത്വത്തെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളാണ്. കാരണം കരുവന്നൂരിലെ സാധാരണ സഹകാരികളെ പറ്റിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ നൽകാതെ പലരെയും മരണത്തിലേക്ക് തള്ളിവിട്ട് വലിയൊരു കൊടും ക്രൂരതയാണ് CPM നേതൃത്വം ഈ കരുവന്നൂർ സഹകാരികളോട് കാണിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായ ഉത്തരം കോടതിയിൽ പറയേണ്ടി വരില്ലേ? നീലിമ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്ത തെറ്റുകൾക്ക് അല്ലെങ്കിൽ ചെയ്ത വലിയ തട്ടിപ്പുകൾക്ക്, കൂട്ടുനിന്ന വലിയ തട്ടിപ്പുകൾക്ക് കൃത്യമായി തന്നെ മറുപടി നൽകേണ്ടി വരും. കാരണം
സാധാരണക്കാരായ നിക്ഷേപകരെയാണ് അവർ വഞ്ചിച്ചിട്ടുള്ളത്. അവരെയാണ് വഴിയാധാരമാക്കുന്ന നിലയിലേക്ക് പലരെയും ആത്മഹത്യയുടെ വക്കിലേക്കും എല്ലാം തന്നെ തള്ളിവിടുകയും ചെയ്തത്. മകളുടെ കല്യാണത്തിനെല്ലാമായി സ്വരൂപക്കുട്ടിയ പണമടക്കം അത്തരത്തിലുള്ള സാമ്പത്തികമായി അവരുടെ എല്ലാ നിക്ഷേപങ്ങളും പൂർണ്ണമായും തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഈ പാർട്ടിയാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതിൻ്റെ വലിയൊരു പ്രതിഷേധം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകേണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ CPM അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു പലപ്പോഴും ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നിയമത്തിൻ്റെ മുന്നിൽ കൃത്യമായി തന്നെ CPM പാർട്ടിയാണെങ്കിലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും എല്ലാം തന്നെ നിയമത്തിൻ്റെ മുന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്ര കൃത്യതയുള്ള കുറ്റപത്രമാണ് നേരത്തെ സമർപ്പിച്ചിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ഘട്ടങ്ങളിലായി ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം രണ്ടാമത് 28 പേരെ കൂടി ഉൾപ്പെടുത്തിയുള്ള വിശദമായ അനുബന്ധ കുറ്റപത്രം കൂടി അന്വേഷണ സംഘം ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിലെല്ലാം തന്നെ എങ്ങനെയാണ് ഈ പാർട്ടി നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കെ രാധാകൃഷ്ണന് കൃത്യമായ അറിവുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രത്യേക കമ്മിറ്റി അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് കരുവന്നൂർ ബാങ്കിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം അറിയാമായിരുന്നിട്ടും അതിന് കെ രാധാകൃഷ്ണൻ കൂട്ടുനിന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എം വർഗീസിന് അറിവുണ്ടായിരുന്നു. എം വർഗീസിന്റെ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് എങ്ങനെ എന്നത് തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള CK ചന്ദ്രൻ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ആർക്കെല്ലാം ലോണുകൾ നൽകണം, ആരെയെല്ലാം ഒഴിവാക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതിലെ പ്രധാനിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും, മാത്രമല്ല മുൻ കൗൺസിലർമാർ അടക്കം ഇതിന്റെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഈ ഒരു അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം തന്നെ അന്വേഷണത്തിന് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിലാണെങ്കിലും അനുബന്ധമായ അന്വേഷണങ്ങളിലെല്ലാം തന്നെ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല. യഥാർത്ഥ തട്ടിപ്പിന് പിന്നിലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല. അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നിരുന്നത്. എങ്കിൽ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് നേതാക്കൾക്കുള്ള പങ്കാളിത്തവും പാർട്ടിയുടെ പങ്കാളിത്തവും എല്ലാം തന്നെ വ്യക്തമായത്. കാരണം പാർട്ടിക്കടക്കം സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, ഭൂമി വാങ്ങുന്നതിന് വേണ്ടി എല്ലാം തന്നെ ഈ ഇടപാടുകൾ വിനിയോഗിക്കപ്പെട്ടു എന്നുകൂടി അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെ ആദ്യാവസാനം മുഴുവൻ പ്രതികൾക്കുമെതിരെയും കൃത്യമായ തെളിവുകളുണ്ട്. എന്നാൽ സ്വാധീനമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. സമൻസുകളോട് പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പോലും ഈ നേതാക്കളിൽ പലരും ഹാജരായിരുന്നില്ല. ചിലർ ഒരു തവണ ഹാജരായി പിന്നീടുള്ള സമൻസുകളോട് മുഖം തിരിച്ചു നിന്നു. ആ ഒരു ഘട്ടത്തിലാണ് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള നടപടിയെടുത്തത്. ഒപ്പം തന്നെ ഭരണത്തിന്റെ തണലിലാണ് ഈ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു പോന്നിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വരികയാണ്. ഏതായാലും MM വർഗീസ് ഉൾപ്പെടെ AC മൊയ്തീൻ ഉൾപ്പെടെ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികൾ 4-ാം തീയതി PMLA കോടതിയിൽ ഹാജരാകണം. വളരെ കൃത്യമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് PMLA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്.